ഈ ഉപ്പള, മഞ്ചേശ്വരം, ഉപ്പള, കുമ്പള, കാസർഗോഡ് ഭാഗത്തു നിന്ന് ആയിരക്കണക്കിന് സ്റ്റുഡൻസ് പഠിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ടും കുറേ നല്ലൊരു സംഖ്യയാണ് ഔട്ട് മൈഗ്രേഷൻ ആയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരുന്നത്. ഇവരൊക്കെ കർണാടകയിൽ പോയിട്ട് മംഗലാപുരത്ത് പോയിട്ട് അവിടുത്തെ ഒരു ഡെവലപ്മെൻറ്റ് വേണ്ടി നമ്മൾ സഹായിക്കുക. ഔട്ട് മൈഗ്രേഷൻ ഇത് നമുക്ക് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയാം, ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണിത്. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളും ഗവൺമെൻറ്റും ഒന്നും ആലോചിക്കുന്നില്ല. CET എക്സാം നടന്നു കർണാടകയിൽ. വളരെ വലിയ സംഖ്യയാണ് കേരളത്തിന് CET എക്സാം എഴുതാൻ വേണ്ടി കർണാടകയിൽ പോയത്. അപ്പോൾ ഇതൊക്കെ അതേ രീതി കോവിഡ് കാലത്ത് നമ്മളേക്ക് ടാറ്റ കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അതിപ്പോൾ കാണുമ്പോൾ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ജനപ്രതിനിധികളെ ഇച്ഛാശക്തിയുടെ കുറവാണ്, അവർക്കൊരു താല്പര്യം ഇല്ലായ്മയാണ് നമുക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ജനപ്രതിനിധി ഇതൊക്കെ നമുക്ക് ഇവിടുത്തെ ആവശ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഓട്ടോ തൊഴിലാളികൾക്ക് സബ്സിഡി നിരക്കിൽ ഇന്ധനങ്ങൾ നൽകണമെന്നുള്ളത് കുറേ കാലമായി ഓട്ടോ തൊഴിലാളികളുടെ ഒരു ആവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ദേശീയപാത വികസനം നന്നായി ഓട്ടോ തൊഴിലാളികളെ ബാധിച്ചിട്ടുണ്ട്. ഓട്ടോ തൊഴിലാളികൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഓട്ടോ സ്റ്റാൻഡ് നമുക്ക് ഇതുവരെയായിട്ടും പല സ്ഥലത്തും ഇല്ല. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് നല്ലൊരു ആശുപത്രി എപ്പോഴും ആശ്രയിക്കേണ്ടി വരുന്നത് മംഗലാപുരത്തും അതുപോലെ തന്നെ അതിന് പുറത്തേക്കുമുള്ള ആശുപത്രികളെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഉക്കിനെടുക്കയിൽ മെഡിക്കൽ കോളേജ് ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് എയിംസ് കുറേ കാലങ്ങളായി കാസർഗോഡുകാരുടെ ഒരു ആവശ്യമാണ്, അതും ഇതുവരെയായിട്ടും നടപ്പിലായിട്ടില്ല. അപ്പോൾ അതുപോലുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും കേരള സർക്കാരും മുൻകൈ എടുക്കണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ 21 വർഷമായിട്ട് ചെറിയൊരു DTP സെൻ്റർ നടത്തുന്ന ആളാണ്. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ കോംപ്ലക്സ് കെട്ടിടം ഇടിഞ്ഞു പൊടിഞ്ഞ് കിടക്കുന്നു. പിന്നെ പറയാനുള്ളത് അവിടെ ഒരു കുളമുണ്ട്, അത് വൃത്തിയാക്കിയിട്ട് സൂക്ഷിച്ചാൽ തന്നെ ഒരുപാട് വീട്ടുകാർക്ക് വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമായി മാറും. കാഞ്ഞങ്ങാട് പുതിയകോട്ട എന്ന സ്ഥലത്താണ്. മാറി മാറി പല സർക്കാരുകൾ വന്നു. 20-25 വർഷമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാരെപ്പോഴും സാധാരണക്കാരനും പണക്കാരെപ്പോഴും പണക്കാരും ആവുന്ന ഒരു മാറുന്ന സ്ഥിതി മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എൻഡോസൾഫാൻ കുട്ടികളുണ്ട്, മെൻ്റലി റീറ്റാർഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ. അവിടെ അച്ഛൻ്റെ അമ്മയുടെയും മരണശേഷം ആ കുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടി സെൻറ്ററുകൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം ജയിച്ചു വരുന്നവർ. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.